കുളിർമഴ പോലെ പെയ്തിറങ്ങിയ ഗസൽ വേദി. അവിടെ ആസ്വാദകരുടെ മനം നിറച്ചൊരു പെൺകുട്ടി. ഗസലിനെ കുറിച്ച് അറിഞ്ഞതും പഠിച്ചതുമെല്ലാം യൂട്യൂബിൽ നിന്നാണെന്ന് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. കലോത്സവത്തിലെ ആ പ്രതിഭയെ ഒന്ന് പരിചയപ്പെടാം. ഗസൽ അതിനൊരു വശ്യതയുണ്ട്, വിഷാദ സൗന്ദര്യമുണ്ട്. അതെല്ലാം ഒരു മൊബൈലിന്റെ സഹായത്തോടെ പഠിച്ചെടുത്ത വിധികർത്താക്കളെ പോലും ഞെട്ടിച്ചൊരു പെൺകുട്ടി. ഞാൻ ലക്ഷ്മി പ്രകാശൻ. ഞാൻ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തൃശ്ശൂർ. ഇതുപോലെ കോമ്പറ്റീഷന് വേണ്ടി ഞാൻ പഠിച്ചത് 10th പഠിക്കുമ്പോൾ അങ്ങനെ ഞാൻ സ്വയം പഠിച്ച് അങ്ങനെ കോമ്പറ്റീഷന് വന്നതാണ്. പിന്നെയാണ് ഫസ്റ്റ് ഉപജില്ലയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ സാർമാരൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ ജില്ലയും സ്റ്റേറ്റൊക്കെ പോകുമ്പോഴാണ് പിന്നെ അവരായിട്ട് അവരുടെ കൂടെ ട്രെയിനിങ്ങൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞു ഗസലിൽ നിന്ന് ഇങ്ങനെ ഐറ്റുണ്ട്, അപ്പോൾ നല്ല അതായത് ഹിന്ദുസ്ഥാനി എൻ്റെ വോയിസിന് പറ്റിയതാണ്. അങ്ങനെ ടീച്ചർ പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ജില്ലയിൽ വരുമ്പോൾ തന്നെ ഇതുപോലെ ഇഷ്ടംപോലെ കുട്ടികളുണ്ടായിരുന്നു. ഞാൻ ആകെ 3 ദിവസമൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അത് 2-3 ദിവസം കൊണ്ട് പഠിച്ച് പാടി. അപ്പോഴും ഞങ്ങൾ പ്രൈസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. അങ്ങനെ വൈകിട്ടാണ് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ കിട്ടി. അതേ ഒരു ഫീല് ഞാൻ ഇപ്പോഴും വരുമ്പോൾ ഒന്ന് കാലത്ത് ഞാനത് ആലോചിച്ചത്, ഈശ്വര ഇങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല കിട്ടുന്നു. യാദൃശികമായാണ് ലക്ഷ്മി ഗസലിന്റെ വഴി തിരഞ്ഞെടുത്തത്. ഇന്ന് ലക്ഷ്മിക്കിത് ജീവവായു പോലെയാണ്. കഴിഞ്ഞ വർഷവും ഗസലിന്റെ പേര് കേട്ട കോഴിക്കോട് നിന്നും എ ഗ്രേഡ് കരസ്ഥമാക്കിയ ലക്ഷ്മി ഇത്തവണയും അതേ സന്തോഷവുമായാണ് കലോത്സവ വേദിയിൽ നിന്നും മടങ്ങുന്നത്. ബിനു ഈശ്വരമംഗലത്തിനോടൊപ്പം അർച്ചന വിനോദ്, അമൃത ന്യൂസ്, കൊച്ചി.